നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈനർ പീസും പോണും വെച്ചുകൊണ്ടുള്ള എൻഡ് ഗെയിമുകൾ വളരെ ആഴത്തിൽ വിശകലനം നടത്തിയ ശേഷം മാത്രമാണ് നീക്കങ്ങൾ നടത്തുവാൻ പാടുള്ളൂ. കാരണം ഒരു നീക്കത്തിൽ ചെറിയ ഒരു പിഴവ് സംഭവിക്കുകയാണെങ്കിൽ ജയിക്കേണ്ട കളി പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സമനിലയാകേണ്ട ഒരു കളി പരാജയപ്പെടുവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷൻ ഒന്ന് വിലയിരുത്താം. വൈറ്റിൻ്റെ പോൺ ഉപയോഗിച്ചുകൊണ്ട് 3 നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ പോൺ പ്രൊമോഷൻ നടത്തുവാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് പോൺ പ്രൊമോഷൻ നടക്കുന്ന സമയത്ത് പോണിനെ വെട്ടിയെടുക്കുകയും ചെയ്യാം. എന്നാൽ ബ്ലാക്കിൻ്റെ പോൺ ഒരു എഡ്ജ് സ്ക്വയറിലായതുകൊണ്ട് ഒരു സെൻട്രൽ പാസ്ഡ് പോണിൻ്റെ അത്ര തന്നെ ഉപയോഗമുണ്ടാകുവാൻ സാധ്യതയില്ല. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. റൂക്ക് A3. ഈ നീക്കത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വൈറ്റിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് H7-ലിരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ റൂക്ക് A7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു സ്ക്യൂവറിലൂടെ ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കും. അല്ലെങ്കിൽ D5-ൽ ഇരിക്കുന്ന പോണിനെ D7 എന്ന സ്ക്വയറിലെത്തുകയോ D8 എന്ന സ്ക്വയറിലെത്തുകയോ ചെയ്യുമ്പോൾ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുവാനും സാധിക്കും. പോൺ D6, റൂക്ക് A7 ചെക്ക്. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ ചെസ് ബോർഡിൻ്റെ 7th റാങ്കിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ബ്ലാക്കിൻ്റെ നിയന്ത്രണത്തിലാകുന്നു. അതുകൊണ്ട് വൈറ്റിൻ്റെ പോൺ D7 എന്ന നീക്കം നടത്തുമ്പോൾ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് പോണിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കും. കിങ് D8, KD8 എന്ന നീക്കത്തേക്കാൾ കുറച്ചുകൂടി നല്ല നീക്കമായി തോന്നുന്നത് KB6 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ ആക്രമിക്കുകയായിരുന്നു. കിങ് G5, KG5 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് H1. വൈറ്റ് H5-ൻ്റെ നിയന്ത്രണം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് റൂക്ക് H1 എന്ന നീക്കം നടത്തുന്നത്. പോൺ H5, പോൺ D7, പോൺ H4. ഇനി ബ്ലാക്കിൻ്റെ പോണിന് മുൻപോട്ട് നീക്കം നടത്തണമെന്നുണ്ടെങ്കിൽ ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് മുൻപിലോട്ട് നീക്കം നടത്തുവാൻ ബ്ലാക്ക് നിർബന്ധിതമാകുന്നു. റൂക്ക് C1, പോൺ H3, കിങ് C8. വൈറ്റ് ഒരു പോൺ പ്രൊമോഷൻ നടത്തുക എന്ന ഒരു ലക്ഷ്യത്തോടെയല്ല KC8 എന്ന നീക്കം നടത്തുന്നത്. ബ്ലാക്കിൻ്റെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാനുള്ള ഒരു അവസരം ഇപ്പോൾ വൈറ്റിന് ലഭിക്കുന്നു. റൂക്ക് ടേക്സ് D7. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് D7-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് ബ്ലാക്ക് നിർബന്ധിതമാകുന്നു. കിങ് ടേക്സ് D7. വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു. കിങ് G4, കിങ് E6. വൈറ്റിൻ്റെ കിങ് കൂടി ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെയും പോണിൻ്റെയും അടുത്തേക്ക് നീക്കം നടത്തുന്നു. കിങ് G3, കിങ് E5, പോൺ H2, കിങ് E4, കിങ് G2. ബ്ലാക്കിൻ്റെ പോണിന് അടുത്ത നീക്കത്തിൽ H1 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുന്നു. കിങ് F4, H1 സമം ക്യൂൻ. ഒരു പോൺ പ്രൊമോഷൻ നടത്തിക്കൊണ്ട് ബ്ലാക്ക് ക്യൂനിനെ വാഴിച്ചെടുക്കുന്നു. റൂക്ക് ടേക്സ് H1, കിങ് ടേക്സ് H1. ഇപ്പോൾ മേറ്റിംഗ് മെറ്റീരിയൽ ഇല്ലാത്തത് കൊണ്ട് ഈ കളി സമനിലയാകുന്നു. ഇനി നമുക്ക് ബ്ലാക്കിൻ്റെ രണ്ടാമത്തെ നീക്കം റൂക്ക് A7 എന്ന നീക്കത്തിന് പകരം KG5 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ ആക്രമിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കിങ് G5, KG5 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് H2, പോൺ H5, റൂക്ക് D2. വൈറ്റ് D6-ലിരിക്കുന്ന പോണിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്യൂനിനെ പ്രൊമോട്ട് ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പോൺ H4, പോൺ D7, റൂക്ക് A8. ഇനി പോൺ പ്രൊമോഷൻ നടക്കുകയാണെങ്കിൽ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് പോണിനെ വെട്ടിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കും. D8 സമം ക്യൂൻ ചെക്ക്. റൂക്ക് ടേക്സ് D8. ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട്
ക്യൂവിനെ വെട്ടിയെടുക്കുന്നു. റൂക്ക് ടേക്സ് D8. വൈറ്റ് റൂക്ക് ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ റൂക്കിനെ വെട്ടിയെടുക്കുമ്പോൾ ബ്ലാക്കിന് പൂർണ്ണമായും ഒരു റൂക്ക് നഷ്ടപ്പെടുന്നു. പോൺ H3. കിങ് D6. റൂക്കും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമമാണ് വൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിങ് G4. കിങ് E5. പോൺ H2. റൂക്ക് H8. കിങ് G3. കിങ് E4. കിങ് G2. കിങ് E3. H1 സമം Q1. റൂക്ക് ടേക്സ് H1. കിങ് ടേക്സ് H1. KG5 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ ഈ ഗെയിം സമനിലയാകുന്നു. എന്നാൽ നമുക്ക് വൈറ്റിൻ്റെ മൂന്നാമത്തെ നീക്കം KD8 എന്ന നീക്കത്തിന് പകരം KB6 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ ആക്രമിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കിങ് B6. KB6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് F7. കിങ് C6. ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെയും പോണിൻ്റെയും അടുത്തേക്ക് നീക്കം നടത്തുന്നതിനാണ് വൈറ്റ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കിങ് G5. KG5 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് H1. H5 നിയന്ത്രണം നഷ്ടപ്പെടുത്താതെ റൂക്ക് H1 എന്ന നീക്കം നടത്തുന്നു. പോൺ H5. റൂക്ക് G1 ചെക്ക്. റൂക്ക് G1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ KF4 എന്ന നീക്കം നടത്തുവാൻ ബ്ലാക്കിന് സാധിക്കില്ല. കാരണം ബ്ലാക്ക് KF4 എന്ന നീക്കം നടത്തുമ്പോൾ റൂക്ക് F1 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റ് ഒരു ചെക്ക് നൽകുകയും കിങ് ചെക്കിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് കിങ് H4. റൂക്ക് G8. വൈറ്റ് റൂക്ക് G8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിനെ ഒരു എഡ്ജ് സ്ക്വയറിൽ ലോക്ക് ചെയ്യുന്നു. കിങ് H3. ഇനി ബ്ലാക്കിൻ്റെ പോണിന് മുൻപിലോട്ട് നീക്കങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ ബ്ലാക്കിൻ്റെ കിങ്ങിനെ മുൻപിലോട്ട് നീക്കം നടത്തുവാൻ ബ്ലാക്ക് നിർബന്ധിതമാകുന്നു. പോൺ D7. D7 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ പോണിനെ ക്യാപ്ചർ ചെയ്യുവാൻ ബ്ലാക്ക് നിർബന്ധിതമാകുന്നു. റൂക്ക് ടേക്സ് D7. കിങ് ടേക്സ് D7. ഇപ്പോൾ വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ വെട്ടിയെടുക്കുമ്പോൾ ബ്ലാക്കിന് പൂർണ്ണമായും ഒരു റൂക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ബ്ലാക്കിൻ്റെ കിങ് ഒരു കോർണർ സ്ക്വയറിലായതുകൊണ്ട് കിങ്ങും റൂക്കും ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കുന്നതിനാണ് വൈറ്റ് ശ്രമിക്കുന്നത്. പോൺ H4. കിങ് E6. കിങ് H2. കിങ് F5. വൈറ്റിൻ്റെ കിങ് വളരെ പെട്ടെന്ന് തന്നെ ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെയും പോണിൻ്റെയും അടുത്തേക്ക് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. പോൺ H3. കിങ് F4. റൂക്ക് H1. വൈറ്റിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. കിങ് G3. വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ ആക്രമിക്കുന്നു. കിങ് G1. റൂക്ക് A8. റൂക്ക് A1 ചെക്ക് മേറ്റ് ആണ് വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. കിങ് F1. റൂക്ക് A2. ബ്ലാക്കിൻ്റെ കിങ്ങിനെ ഫസ്റ്റ് റാങ്കിൽ ലോക്ക് ചെയ്ത് വയ്ക്കുന്നു. പോൺ H2. റൂക്ക് ടേക്സ് H2. കിങ് G1. റൂക്ക് E2. കിങ് F1. KF1 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് E8. കിങ് G1. റൂക്ക് E1 ചെക്ക് മേറ്റ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈറ്റിൻ്റെ മൂന്നാമത്തെ നീക്കം KD8 എന്ന നീക്കത്തിന് പകരം KB6 എന്ന നീക്കം നടത്തുകയായിരുന്നു എങ്കിൽ വൈറ്റിന് ഈ ഗെയിം വിജയിക്കാമായിരുന്നു. കളിക്കുന്ന സമയത്ത് എൻഡ് ഗെയിം
ചെസ് ബോർഡിൽ വരാതിരിക്കുന്നതും എൻഡ് ഗെയിം പഠിക്കുന്നതിന് നമ്മുടെ പ്ലെയേഴ്സ് കൂടുതൽ പ്രാധാന്യം നൽകാത്തതുമാണ് ഇതുപോലുള്ള പരാജയങ്ങൾക്ക് കാരണം. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.